പറഞ്ഞ സമയത്ത് ഷെയ്ഖുനായുടെ വലിയ വലിയ അധികാരങ്ങൾ, ഷെയ്ഖുന മരണപ്പെട്ടവരെ ജീവിപ്പിച്ചത്, ഷെയ്ഖുന സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ചത്, കുറഞ്ഞ ഭക്ഷണം ഒരുപാട് ആളുകൾക്ക് കൊടുത്തത്, മറ്റുള്ള ജന്തുജാലങ്ങൾക്കിടയിൽ ഷെയ്ഖുനായുടെ തദ്ബീർ വളരെ വ്യക്തമായി പ്രത്യക്ഷപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നാടുനീളെ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണവും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയണം പറയണമെങ്കിൽ. അതുപോലെ വഹാബികൾ പരിഹസിക്കാൻ ചാൻസ് ഉള്ളത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഏതാണ് ഇവിടെ പറയാ? അങ്ങനെ പറഞ്ഞാൽ ഇവിടെ പറയാനൊന്നും ഉണ്ടാവില്ല. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഹബീബായ തങ്ങളോട് വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക് ഫഹാഖ ബില്ലദീന സഖറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഹബീബായ തങ്ങളെ വിളിച്ച് അല്ലാഹു പറയുന്നുണ്ട്, അങ്ങയുടെ മുമ്പുള്ള മുർസലീങ്ങളപ്പോ ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ. അപ്പോൾ വഹാബി പരിഹസിക്കുന്നുണ്ടോ, യുക്തിവാദി പരിഹസിക്കുന്നുണ്ടോ എന്നതാണോ നമ്മൾ ഇത് പറയുന്നതിനുള്ള മദാറ്? അതിന്റെ മാനദണ്ഡം അതാണോ? അതല്ലല്ലോ. അത് നമ്മൾ പല കുറി പറഞ്ഞു. അള്ളാഹു ഇത്തരം കറാമാത്തുകൾ ലോകത്തേക്ക് ഇറക്കുന്നതിൽ, മുഅ്ജിസാത്തുകൾ ഇറക്കുന്നതിൽ അള്ളാഹുവിന്റെ ലക്ഷ്യം തന്നെ എല്ലാവരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരലെന്നല്ല. എന്നിട്ടല്ലേ പിന്നെ നമ്മൾ എല്ലാവരും ഓരൊക്കെ തെറ്റിദ്ധരിക്കും ഇതിനെ പറ്റി എന്നുള്ള ബേജാറ്, അള്ളാഹുവിനില്ലാത്ത ബേജാറ് നമ്മൾ കാണിക്കണ്ടല്ലോ. അള്ളാഹിന്റെ ലക്ഷ്യം തന്നെ എല്ലാവരെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരലല്ല, മറിച്ച് ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തിൽ എന്താ ഖുർആൻ പറഞ്ഞത്? വമാ ജഅൽന അർറുയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ്. അങ്ങേക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈ വലിയ ദൃഷ്ടാന്തങ്ങൾ, ഈ അത്ഭുതങ്ങൾ, അതൊക്കെ നമ്മൾ അങ്ങേക്ക് കാണിച്ചു തന്നത് ഇല്ലാ ഫിത്നതൽ ലിന്നാസ്, ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടാണ്. കണ്ടില്ല, അത് വന്നു പറഞ്ഞപ്പോഴേക്ക് കേട്ടപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിശ്വസിച്ചു മുന്നോട്ട് വന്നു, ഒന്നും നോക്കിയില്ല. പല ആളുകളും വിശുദ്ധ ദീനിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒരുപാട് ആളുകൾ അവരുടെ നിഫാഖ് പ്രകടമായി, പലരും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി. അപ്പൊ അള്ളാഹുവിന്റെ ലക്ഷ്യം ഹക്കും ബാത്തിലും വേർതിരിക്കലും ലക്ഷ്യമാണ്. അപ്പൊ നമ്മുടെ വക വിശുദ്ധ ദീനിൽ ഒരു എഡിറ്റിംഗ് ഇല്ല. യൂസുഫ് നബാനി തങ്ങൾ ജാമിഉ കറാമത്തുൽ ഔലിയ ഒക്കെ അത്ര കൂടുതൽ മഹത്തുക്കളെ കറാമത്ത്, എന്തെല്ലാം കറാമത്തുകളാണ് അതിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ ചെയ്തു വെച്ചതിൻ്റെ അപ്പുറം നമ്മളെ വക ഒരു എഡിറ്റിംഗ്, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതിൻ്റെ അപ്പുറം നമ്മളെ വക ഒരു എഡിറ്റിംഗ്, അത് ദീനല്ല, അത് വഹാബികൾ പരിചയപ്പെടുത്തിയതാണ്. അത് റഷീദ് റിള പറഞ്ഞ സംസാരമാണത്. ഈ മൂസാ നബിന്റെ ഈസാ നബിന്റെ ഒക്കെ ഈ മുഅ്ജിസത്ത്, പടിയിട്ടാൽ പാമ്പാവണത്, തൊടുമ്പൊക്കെ സൂക്കേട് സുഖമാണത്, ഇങ്ങനത്തെ ഒക്കെ ഖുർആനിൽ ഇങ്ങനെ കുറേ പറഞ്ഞ് ഇതൊക്കെ ഈ പാശ്ചാത്യന്മാരൊക്കെ കേട്ടിട്ട് എന്നിട്ടാണ് പലരും ഇസ്ലാമിലേക്കൊന്നും വരാത്ത. അല്ലാഹ് ഒഴിവാക്കിയെങ്കിൽ കുറേ ആൾ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു എന്നാണ് റഷീദ് റിള പറയുന്നത്. വലൗലാ ഹികായത്തുൽ ഖുർആനി ലിആയാത്തില്ലതി അയ്യദ ബിഹാ മൂസ വഈസ അലൈഹിസ്സലാം ലകാന ഇഖ്ബാലു അഹ്റാറിൽ ഇഫ്രൻജ് അലൈഹി അക്സർ. അതാണ് മൂപ്പര അഭിപ്രായം. അള്ളാഹ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിനെ കുറച്ച് കൂടുതൽ ആൾ ദീനിലേക്ക് വരും. അപ്പൊ അള്ളാഹു വെച്ചൊരു രൂപമുണ്ട്, അത് ഇമാമിങ്ങൾ കാണിച്ചു തന്ന ഒരു രൂപമുണ്ട്, കാലാകാലങ്ങളിൽ മശായിഖുമാർ കാണിച്ചു തരുന്ന ഒരു രൂപങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാതെ നമ്മളെ ബുദ്ധിക്ക് തിരിഞ്ഞ പോലെ അതന്നല്ലേ വഹാബികളൊക്കെ ചെയ്തത്. റഷീദ് റിള ഇത് പറഞ്ഞു. ഇബ്നു തൈമിയ മഹാന്മാരെയും മദ്ഹിന്റെ വാചകങ്ങൾ, ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം എന്ന് തുടങ്ങിയ വാചകങ്ങൾ പറയുന്നതിനെ കുറിച്ച്, മഹത്തുക്കളെ ഖുതുബുൽ അക്താബ് എന്ന് തുടങ്ങി വലിയ വലിയ മർത്തബകൾ പറയുന്നതിനെ കുറിച്ച് ഇബ്നു തൈമിയയോട് ചോദ്യം ഉണ്ടല്ലോ, മാ ഖൗലു സാദത്തുൽ ഉലമാ ഫി ഹാദിഹിൽ അസ്മാഇ അല്ലതി തസമ്മാ ബിഹാ അഖ്വാമുൻ മിനൽ മൻസൂബീന ഇല ദീൻ വൽ ഫളീല യഖൂലൂന ഹാദാ ഖൗസുൽ അഖ്വാസ് ഹാദാ ഖുതുബുൽ അഖ്താബ് ഹാദാ ഖുതുബുൽ ആലം. ഇങ്ങനെയൊക്കെ പല ആളുകളും പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു തൈമിയ എന്താ പറയുന്നത്? അസ്മാഉൻ ലൈസത് മൗജൂദ ഫീ കിതാബില്ലാഹി തആല വലാ ഹിയ ഐദൻ മഅ്സൂറ. അത് ഖുർആനിലൊന്നുമില്ല, അസറുകളിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആരാ പറഞ്ഞത് എന്ന ചോദ്യമാണ് അന്ന് ഇബ്നു തൈമിയയും ചോദിച്ചത്. ഔസുൽ ആലം വലിയാണെന്ന് ഇബ്നു തൈമിയയും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ ഔസുൽ ആലം വലിയാണെന്നുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞ കാര്യമല്ലേ. എന്നിട്ട് ഈ ഖുതുബുൽ കിതാബ് എന്ന് പറയുമ്പോൾ, അല്ലെ ഖുതുബുൽ ആലം എന്ന് പറയുമ്പോൾ, ഔസുൽ അഖ്വാസ് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അസ്മാഉൻ ലൈസത് മൗജൂദ ഫി കിതാബില്ലാഹി തആല വലാ ഹിയ ഐദൻ മഅ്സൂറ. അത് ആര് പറഞ്ഞത്? എടാ ഖുർആനിലില്ലല്ലോ, അസറിലൊന്നും ഇല്ലല്ലോ, ആരാ പറഞ്ഞത് എന്നുള്ള സംസാരം അവിടെയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ റഷീദ് റിളയെ പോലെ, ഇബ്നു തൈമിയയെ പോലെയുള്ള വഹാബിയത്ത് ഇവിടെ പ്രചരിപ്പിച്ച ആളുകൾ, ബിദ്അത്ത് പ്രചരിപ്പിച്ച ആളുകൾക്കുള്ള രീതിയും സംസാരങ്ങളുമായിരുന്നു എന്ന ബോധ്യം നമ്മുടെയൊക്കെ മനസ്സിൽ വേണം.